ഹേ ഗായ്സ്, നമുക്ക് ലൈറ്റ് കത്തുന്ന ഒരു ഫോണിനെ പറ്റി സംസാരിച്ചാലോ? അപ്പൊ എല്ലാരും വിചാരിക്കും നത്തിങ്ങിനെ പറ്റിയിട്ടാണെന്ന്. എന്നാൽ അല്ല. അപ്പോൾ നിങ്ങൾക്കറിയായിരിക്കും ഇനി ലൈറ്റ് കത്തുന്നത് ഏതാണെന്ന്. അറിഞ്ഞുകൂടെങ്കിലും അറിയാമെങ്കിലും ഞാൻ പറയും. അതെ, നമുക്കിന്ന് സംസാരിക്കാം iQOO 13 പറ്റി. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന iQOO 13 5G ഫോണിനെ പറ്റിയിട്ടാണ്. പ്രൈസ് റേഞ്ച് വന്നിട്ട് 54,998 പക്ഷെ ബാങ്ക് ഓഫറിൽ നിങ്ങൾക്ക് ഒരു 52 എന്തായാലും കിട്ടും. ഐക്യൂന് 2 കളർ വേരിയന്റിലാണ് ഇറക്കിയിരിക്കുന്നത്, ലെജൻഡ് വൈറ്റും നാർഡോ ഗ്രേയും. ഇനി നമുക്ക് ബോക്സിന്റെ അകത്ത് എന്തൊക്കെയെന്ന് നോക്കിയാലോ. ഒരു സിം ഇജക്ടർ ടൂള്, 120 വാട്ടിന്റെ ഫ്ലാഷ് ചാർജർ എന്ന് പറയുമ്പോൾ PD ചാർജർ ആണ് മോനെ. മൂന്നാമത്തെ Type-C to Type-C ചാർജ്. നമുക്ക് ഇനി ഫോണിനെ പറ്റി സംസാരിക്കാം. തിക്നെസ് വന്നിട്ട് 8.1 mm തിക്നെസ് ആണ് വരുന്നത്. അത് അത്രയും വലിയൊരു തിക്നെസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. പിന്നെ പറയാനുള്ളത് 213 വെയിറ്റ് ആണ്. ഈ വെയിറ്റ് കേൾക്കുമ്പോൾ നിങ്ങളൊന്നും ഞെട്ടും, പക്ഷെ ഞെട്ടേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ഈ ഫോൺ കയ്യിൽ പിടിക്കുമ്പോൾ നമുക്ക് അത്രയും വെയിറ്റ് തോന്നത്തില്ല, കാരണം ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. സോ വളരെ ഹാൻഡി ആയിട്ടുള്ള ഒരു ഫോൺ തന്നെയായിരിക്കും iQOO 13. IP68ഉം IP69ഉം റേറ്റഡ് ആണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ ഒരു തരി പൊടി കയറത്തില്ല. അത് മാത്രമല്ല, നല്ല മഴയത്ത് നിങ്ങൾക്ക് ഈ ഫോണും കൊണ്ട് വെളിയിൽ പോവാം. വെള്ളത്തിന് അടിയിൽ വെച്ചും ഷൂട്ട് ചെയ്യാം, വെള്ളത്തിന് പുറത്ത് വെച്ചും ഷൂട്ട് ചെയ്യാം. പിന്നെ ഇതിലൊരു ലൈറ്റ് കത്തണ സാധനം കൂടെ ഉണ്ട്, അത് നമുക്ക് പിന്നെ. റിഫ്രഷ് റേറ്റ് വന്നിട്ട് 144 Hz ആണ്. LTPO AMOLED ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫോണിന്റെ യൂസേജ് പോലെ ഇരിക്കും അതിന്റെ റിഫ്രഷ് റേറ്റ് മാറുക. എന്ന് പറഞ്ഞാൽ 1 to 144 വരെ അത് ചേഞ്ച് ചെയ്യാം. ഇപ്പൊ നിങ്ങൾ ഗെയിം കളിക്കുകയാണ് എങ്കിൽ 144 Hz വരെ നിങ്ങളുടെ ഫോണിന് കിട്ടും. എന്നാൽ നിങ്ങളിപ്പോൾ നോർമൽ യൂസ് ഒക്കെയാണ് ചെയ്യുന്നതെങ്കിൽ അതിനനുസരിച്ച് റിഫ്രഷ് റേറ്റ് കുറയും. അത് വേറൊന്നും കൊണ്ടല്ല, നിങ്ങളുടെ ബാറ്ററി സേവ് ചെയ്യാനാണ്. ബ്രൈറ്റ്നസിനെ പറ്റി പറയാനാണെങ്കിൽ പീക്ക് ബ്രൈറ്റ്നസ് വന്നിട്ട് 4500 നിറ്റ്സ് ആണ്. 1800 നിറ്റ്സ് നമുക്ക് വെളിയിൽ പോകുമ്പോൾ ഒക്കെ കിട്ടും. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് സൺലൈറ്റിന് പോയാലും നിങ്ങളുടെ ഫോൺ നല്ല പളപളാന്ന് തിളങ്ങും. മീൻസ് നിങ്ങൾക്ക് സ്ക്രീന് യൂസ് ചെയ്യാൻ പറ്റും. പ്രൊട്ടക്ഷൻ ഗ്ലാസ് വന്നിട്ട് സ്കോട്ടിന്റെ സെൻസേഷൻ ആൽഫ ഗ്ലാസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് യൂസ് ചെയ്തത്. വെൽ ബാലൻസ്ഡ് ആണ്, കാരണം നിങ്ങൾക്ക് ആ ദുംദും ശബ്ദം ഉണ്ടല്ലോ, അത് എന്തായാലും കിട്ടും. പിന്നെ കണ്ണിന്റെ കാര്യം ഞാൻ പറയണ്ടല്ലോ. iQOO പറയുന്നത് വേൾഡിൽ ആദ്യത്തെ ഒരു ഫോണാണ് നിങ്ങൾക്ക് Q10 2K 144 Hz അൾട്രാ ഐ കെയർ പ്രൊട്ടക്ഷനോടുകൂടി ഒരു ഡിസ്പ്ലേ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് പ്രൊസസ്സറിനെ പറ്റി സംസാരിക്കാം. സ്നാപ്ഡ്രാഗൺ 8L8 ചിപ്സെറ്റ് ആണ് യൂസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വർക്കൊക്കെ ഇങ്ങനെ പറക്കും. ഈ ചിപ്സെറ്റ് മാത്രമല്ല, ഇനി വേറൊരു ചിപ്സെറ്റും കൂടെ ഉണ്ട്, Q2 ചിപ്സെറ്റ് കൂടെ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നമ്മൾ കാണുന്ന വീഡിയോസിനായാലും ഇപ്പൊ ഗെയിമിങ്ങിനായാലും നമുക്കൊരു കളർ ബൂസ്റ്റിങ്ങും ഒരു പവർ കിട്ടും, ഒരു പെർഫോമൻസ് ബൂസ്റ്റ് തന്നെ കിട്ടുന്നതാണ്. അടുത്ത് പറയാൻ പോകുന്നത് കുറച്ച് ഹാർഷ് യൂസേഴ്സിനുള്ളതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൺ ചെന്നം പിന്നെ യൂസ് ചെയ്യുന്നവർക്ക്, യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം എന്നൊക്കെ മണിക്കൂറോളം സ്വൈപ്പ് ചെയ്ത് കാണുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു ഹാർഡ് കോർ ഗെയിമർ ആണ് എങ്കിൽ നിങ്ങളുടെ ഫോൺ ഹീറ്റായി പൊട്ടിത്തെറിക്കൊന്നുമില്ല, ഹീറ്റ് ആവാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ്. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ബാക്ക് പിടിക്കാൻ പറ്റാത്ത അവസ്ഥ. എന്നാൽ iQOO 13 അവിടെ ഞെട്ടിച്ചുകൊണ്ടാണ് നമുക്ക് വന്നിരിക്കുന്നത്. 7K വേപ്പർ കൂളിംഗ് സിസ്റ്റം ആണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്ലൈറ്റ് ഹീറ്റ് യൂസ് ചെയ്യുമ്പോൾ തോന്നത്തുള്ളൂ. സ്ലൈറ്റ് ഹീറ്റ് എന്ന് പറയുന്നെങ്കിലും അത് വലിയൊരു ഹീറ്റ് അല്ല. നിങ്ങൾ കുറേ നേരം, എന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞതുപോലെ അറഞ്ചം കുറഞ്ചം യൂസ് ചെയ്ത് ഒരു 2, 3, 4 മണിക്കൂറൊക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് യൂസ് ചെയ്യുമ്പോഴാണ് ഈ സ്ലൈറ്റ് എന്ന് പറയുന്നത് ഒരു മൈന്യൂട്ട് ഹീറ്റ് എങ്കിലും നിങ്ങൾക്ക് ഫീൽ ചെയ്യത്തുള്ളൂ. സോഫ്റ്റ്വെയറിനെ പറ്റി സംസാരിക്കാം. സോഫ്റ്റ്വെയറിനെ പറ്റി സംസാരിക്കുമ്പോൾ ഫോണിൽ നമ്മൾ ഫസ്റ്റ് യൂസിന് വരുമ്പോൾ വളരെയധികം ബോട്ട്വെയർസ് ഒന്നും ഇല്ല എങ്കിലും, ബോട്ട്വെയർസ് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ചെറിയ ചെറിയ കുഞ്ഞു 2-3 ആപ്പൊക്കെ ഉണ്ട്. FunTouch OS 15 ആണ് ഇപ്പൊ ഓടുന്നത്. കൈ കിട്ടുമ്പോൾ Android 15 ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. 4 years ആൻഡ്രോയിഡ് അപ്ഡേറ്റും 5 yearsന്റെ സെക്യൂരിറ്റി പാച്ചും ആണ് നമുക്ക് ഫോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് സ്റ്റോറേജിനെ പറ്റി സംസാരിക്കാം. 2 വേരിയന്റ് സ്റ്റോറേജ് ആണ് നമുക്ക് അവർ തരുന്നത്. LPDDR5X അൾട്രയുടെ 12 GB 16 GB റാം ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ ഇന്റർണൽ സ്റ്റോറേജും 256 GB 512 GB UFS 4.1 സ്റ്റോറേജ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തുകൊണ്ടും പറയാം, യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ് ആണ് അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് ക്യാമറയെ പറ്റി സംസാരിക്കാം. 50 MB ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്.
സോണിയുടെ IMX921 ലെൻസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ടെലിഫോട്ടോ വന്നിട്ട് 2x സൂം ആണ്. എല്ലാം പറയണമല്ലോ, ഒരു നാച്ചുറൽ ഫോട്ടോ ആണോ കിട്ടുന്നത് എന്ന് ചോദിച്ചാൽ പക്ക നാച്ചുറൽ അല്ല. എന്നാൽ നിങ്ങൾക്ക് കണ്ടാൽ മോശം തോന്നിക്കാത്ത റെഡി ടു സെർവ് ഫോട്ടോസ് ആണ് കിട്ടുന്നത്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇടാനായാലും പോസ്റ്റ് ഇടാനായാലും നിങ്ങൾക്ക് പിന്നെ ഒരു എഡിറ്റിന്റെ ആവശ്യം അവിടെ വരുന്നില്ല. കാരണം അത്രയും ക്വാളിറ്റി പിക്ചേഴ്സ് തന്നെയാണ് നമുക്ക് IQ പ്രൊവൈഡ് ചെയ്യുന്നത്. സെൽഫി ക്യാം വന്നിട്ട് പഞ്ച് ഹോൾ ഡിസൈൻ ആണ്. 32 MB ലെൻസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 4K 60 FPS വരെ നമുക്ക് അതിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ അത് പറയുമ്പോൾ നമുക്ക് എടുത്തു പറയാൻ 4K 60 FPS വീഡിയോ എടുക്കുമ്പോൾ ഒരു സ്റ്റെബിലൈസേഷന്റെ കുറവ് ഉണ്ട് എന്നാണ് കാണപ്പെടുന്നത്. ഡേ ലൈറ്റിൽ നല്ല കിടിക്കാച്ചി ഫോട്ടോസ് ആണ് കിട്ടുന്നത്. പക്ഷെ ഡിം ലൈറ്റിൽ നമ്മളൊരു ബിൽഡിങ്ങിന്റെ അകത്തൊക്കെ ആണ് എങ്കിൽ അതിന്റെ ക്വാളിറ്റിക്ക് ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. എങ്കിലും കുഴപ്പമില്ലാത്ത നല്ല ഫോട്ടോസ് തന്നെയാണ് കിട്ടുന്നത്. പക്ഷെ ലൈറ്റിംഗ് ഉണ്ട് എങ്കിൽ ശ്രദ്ധിക്കുക, ലൈറ്റിംഗ് ഉണ്ട് എങ്കിൽ അവിടെയും ഫോട്ടോ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ല. ബാറ്ററിനെ പറ്റി സംസാരിക്കാം. 6000 mAh ബാറ്ററിയാണ് നമുക്കത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത്രയും നല്ലൊരു ബാറ്ററി നമുക്ക് തന്നിട്ടും ഫോണിന്റെ തിക്നെസ്സോ അല്ലെങ്കിൽ അതിന്റെ വെയിറ്റോ നമുക്കൊരു കൂടുതലായിട്ട് ഫീൽ ചെയ്യത്തില്ല. 120 വാട്ടിന്റെ PD ഫ്ലാഷ് ചാർജറാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫോണ് ഒരു 30 to 45 മിനിറ്റ്സിനുള്ളിൽ 0 to ഫുൾ ചാർജ് ആവും. അത് മാത്രമല്ല വെൽ ഒപ്റ്റിമൈസ്ഡ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ബാറ്ററി ലൈഫ് പെട്ടെന്നൊന്നും തീരത്തില്ല. നമ്മളൊരു ഹാർഡ് കോർ ഗെയിമർ ആണെങ്കിൽ ബൈപ്പാസ് ചാർജിങ് ഇതിൽ അവൈലബിൾ ആണ്. പിന്നെ ഈ ചാർജറിന്റെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു PD ചാർജറാണ്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ മറ്റു ഫോണുകളും ചാർജ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മറ്റ് ഗാഡ്ജറ്റ്സും ചാർജ് ചെയ്യാൻ പറ്റും, ലാപ്ടോപ്പും ചാർജ് ചെയ്യാൻ പറ്റും. നമുക്ക് കുറച്ച് ഹൈലൈറ്റ്സിനെ പറ്റി പറഞ്ഞാലോ. അപ്പൊ ഫസ്റ്റ് ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ മോൺസ്റ്റർ ഹാലോ ലൈറ്റ് തന്നെയാണ്. നിങ്ങൾ കോൾ ചെയ്യുമ്പോഴും നിങ്ങൾ മെസ്സേജ് ചെയ്യുമ്പോഴും എന്തിനേറെ നിങ്ങൾ പാട്ട് കേൾക്കുമ്പോഴും ഗെയിം കളിക്കുമ്പോഴും ഒക്കെ ഈ ലൈറ്റ് കത്തും. ഇനി നിങ്ങൾക്ക് ലൈറ്റ് കത്തണ്ടേ, അത് കസ്റ്റമൈസ് ചെയ്യാനുള്ള പരിപാടിയും ഫോണിൽ അവൈലബിൾ ആണ്. പിന്നെ ലൈറ്റിന്റെ കളർ, ലൈറ്റിന്റെ ഡിസൈൻ, ലൈറ്റ് എങ്ങനെ കത്തണം, എപ്പ കത്തണം എന്നൊക്കെ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാം. അങ്ങനെ ഹാലോ ലൈറ്റ് നിങ്ങൾക്ക് വളരെയധികം കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൈറ്റും കൂടെയാണ്. നമ്മുടെ ക്യാമറയുടെ ചുറ്റും മാത്രം കത്തുന്ന ആ ലൈറ്റ് വളരെ അധികം കുളിർമയേകുന്ന ഒരു കാഴ്ചയായിട്ട് തന്നെയാണ് നാട്ടുകാർക്ക് തോന്നുക. രണ്ടാമത്തെ ഹൈലൈറ്റ് USB 3.2 Gen 1 ആണ് ഇവിടെ യൂസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ഫാസ്റ്റ് ഡേറ്റ ട്രാൻസ്ഫർ ആണ് ഇവിടെ നിന്ന് കിട്ടുന്നത്. ഇനി ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന പോലെ നിങ്ങളൊരു ഹാർഡ് കോർ ഗെയിമർ ആണോ, നിങ്ങൾക്ക് ലൈവ് സ്ട്രീം ചെയ്യാൻ ആഗ്രഹമുണ്ടോ എങ്കിൽ ഇതൊരു നല്ല ബെനിഫിറ്റ് ആണ്. കാരണം USB 3.2 Gen 1 ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫാസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ട്രാൻസ്ഫർ ചെയ്യാൻ, ലൈവ് സ്ട്രീമിംഗ് നടത്താൻ എളുപ്പമായിരിക്കും വിത്തൗട്ട് നോ ഗ്ലിച്ച്. മൂന്നാമത്തത് ഇതിന്റെ Q2 ചിപ്പ്. അത് തന്നെ നിങ്ങൾക്ക് ഇതുവരെയുള്ള IQ ഫോണിലേക്ക് Q1 ചിപ്പാണ് തന്നിട്ടുള്ളത് എങ്കിൽ IQ13 അവർ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യുന്ന Q2 ചിപ്പാണ്. അപ്പോൾ നിങ്ങളുടെ പെർഫോമൻസും അതുപോലെ പാറും. നാലാമത്തത് ഇത് ഗെയിമേഴ്സിനുള്ളതാണ്. BGMI ഒക്കെ നിങ്ങൾക്ക് 144 Hz വിത്തൗട്ട് എനി ഡിസ്റ്റർബൻസ് സൂപ്പറായിട്ട് കളിക്കാൻ പറ്റും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫോൺ തരുന്ന ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അതൊരു എന്താ പറയാനാ, ഒരു സൂപ്പറാണ്. പിന്നെ അഞ്ചാമത്തെ ഇതിന്റെ AI ഫീച്ചേഴ്സ്. സാധാരണ എല്ലാ ഫോണിലും ഉള്ളതുപോലെ ഇതിനും ഗാലറിയിൽ ഫീച്ചേഴ്സ് ഉണ്ട്. AI എൻഹാൻസർ ഉണ്ട്, AI ഇറേസർ ഉണ്ട്, അതുപോലെ തന്നെ സർക്കിൾ ടു സെർച്ച് ഉണ്ട്, ജെമിനി ഉണ്ട്, ട്രാൻസ്ക്രിപ്റ്റും ട്രാൻസ്ലേഷനും ഉണ്ട്. അങ്ങനെ AI സംവിധാനങ്ങളൊക്കെ ഇതിലും അവൈലബിൾ ആണ്. നമുക്കിനി കുറച്ച് ഡ്രോബാക്സ് ആയാലോ. സോ ഇത് പറയുന്നതിന് മുമ്പ് തന്നെ ഞാനിത് പറയാം. ഞാൻ ഈ പറയുന്ന ഡ്രോബാക്സ് ഒക്കെ വളരെ 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 മൈന്യൂട്ടാണ്. ചിലർക്ക് ഇത് ഡ്രോബാക്സ് ആയിട്ട് തോന്നത്തേ ഇല്ല. ഐ റിപ്പീറ്റ്, ചിലർക്ക് ഇത് ഡ്രോബാക്സ് ആയിട്ട് തോന്നത്തേ ഇല്ല. പറയേണ്ടത് ആയതുകൊണ്ട് മാത്രം. അപ്പോൾ ഇതിന്റെ ഫസ്റ്റ് ഡ്രോബാക്ക് 213 ഗ്രാം വെയിറ്റ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും, ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഇത് ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്, ഇതിന് വലിയ വെയിറ്റ് ഒന്നും ഇല്ലാന്ന്. സത്യം പറഞ്ഞാ നമ്മൾ ഒരുപാട് ഫോൺ യൂസ് ചെയ്തവരാണ് എങ്കിൽ ഇതൊരു വലിയ വെയിറ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. ജസ്റ്റ് ചെറിയ ഒരു വെയിറ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യത്തുള്ളൂ, ഒരു നോർമൽ ഫോൺ യൂസ് ചെയ്യുന്ന പോലെ. പക്ഷെ ലൈറ്റ് ഫോൺ മാത്രം യൂസ് ചെയ്ത് വന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ, ചിലവർക്ക് അത് പ്രിഫർ ചെയ്യുന്നവരാണ്, അങ്ങനെ ഉള്ളവർക്കാണ് എങ്കിൽ മേ ബി ഇത് ചെറിയൊരു വെയിറ്റ് കൂടുതലായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. അടുത്ത രണ്ടാമത്തത്, ഇതിനൊരു വയർലെസ് ചാർജിങ് ഇല്ല. അത് എന്തുകൊണ്ടാണ് ഇവർ വയർലെസ് ചാർജിങ് കൊടുക്കാത്തത് എന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല.
മേ ബി കോസ്റ്റ് കട്ടിങ്ങിന്റെ ആയിരിക്കും. കാരണം ഈ പ്രൈസ് റേഞ്ച് ഈ ഫോൺ ഒരു കില്ലാടിയാണല്ലോ. അപ്പൊ ഒരു പ്രൈസ് കട്ടിങ് എങ്ങനെ നോക്കി ചെയ്യാമെന്നുള്ള രീതിക്ക് നോക്കിയപ്പോൾ ഈ വയർലെസ് ചാർജിങ് മാറ്റിക്കളയാമെന്ന് വിചാരിച്ച് കാണും. എങ്കിലും അതൊരു വലിയ ഇതല്ല. കാരണം നമ്മളെ പോലെയുള്ള നോർമൽ പേഴ്സൺസ് ഒന്നും വയർലെസ് ചാർജിങ് പ്രിഫർ ചെയ്യാറില്ല. നമ്മളെപ്പോഴും ഈ ചാർജറും കൊണ്ട് നടക്കുന്ന വ്യക്തികളാണല്ലോ. പിന്നെ മൂന്നാമത്തത് ഇതിന്റെ ടെലിഫോട്ടോ ലെൻസ്. കാരണം iQOO 3x സൂം വരെ നമുക്ക് കിട്ടും. ഇതിൽ 2x സൂമേ ഉള്ളൂ. പക്ഷെ ഈ 2x സൂമിൽ കിട്ടുന്ന ഫോട്ടോസ് അടിപൊളിയാണ്. അതിൽ ഒരു കുറവും പറയാനില്ല. പിന്നെ പറയാൻ വേണ്ടി എടുത്തു പറഞ്ഞു എന്ന് മാത്രം. ഫൈനൽ വെർഡിക്റ്റിലോട്ട് പോവാം. ഈ ഫോൺ ഒരു ക്വാളിറ്റി സാധനമാണോ, അല്ലെങ്കിൽ ഈ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ വാങ്ങണോ എന്ന് ചോദിച്ചാൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയും വേണ്ട. കാരണം എന്താ? അസൂയ, വേറെ അസൂയ. ഒരു നോർമൽ പേഴ്സണ്, അല്ല എങ്കിൽ ഒരു മിഡിൽ ക്ലാസ് പേഴ്സണ് ഒരു ഫോൺ വാങ്ങണം, ഒരു ഫ്ലാഗ്ഷിപ്പ് സ്വപ്നം നിറവേറ്റാൻ ഇതിൽ കൂടുതൽ നല്ല അവസരം വേറെ ഇല്ല എന്ന് തന്നെ ഞാൻ പറയും. കാരണം ഇത്രയും പ്രൈസ് റേഞ്ച്, ഇത്രയും പെർഫോമൻസ് തന്നൊരു ഫോൺ വേറെ കാണത്തില്ല. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. 7K വേപ്പർ കൂളിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഫോൺ ചൂടാവുന്നില്ല ഇവിടെ. അതുപോലെ Q10 2K 144Hz അൾട്രാ ഐ പ്രൊട്ടക്ഷൻ ഡിസ്പ്ലേ നിങ്ങളുടെ കണ്ണിനെ വരെ ഐക്ക് വില തരുന്നുണ്ട്. ഇതിന്റെ ബാറ്ററി പവർ 6000 mAh. ഇതിന്റെ ചിപ്സെറ്റ് സ്നാപ്ഡ്രാഗൺ 888, പുത്തൻ ചിപ്സെറ്റ്. നിങ്ങളുടെ വർക്കൊക്കെ ഉണ്ടല്ലോ, നിങ്ങളുടെ ഗെയിമൊക്കെ ദിങ്ങിനെ പറക്കും. അത് പോയിട്ട് ഔട്ട് ഓഫ് ദ ബോക്സ് നിങ്ങളെ ഫോണ് ആ പെട്ടിന്ന് എടുത്ത് ആദ്യം തന്നെ BGMI ഒക്കെ ഡൗൺലോഡ് ചെയ്ത് കളിക്കാൻ തുടങ്ങുമ്പോൾ പോലും 144Hz റിഫ്രഷ് റേറ്റ് നിങ്ങൾക്ക് സൂപ്പറായിട്ട് കളിക്കാം. പിന്നെ ഇതിന്റെ ട്രിപ്പിൾ സെറ്റ് ക്യാമറ പറയാനുണ്ടോ? നിങ്ങൾക്ക് നല്ല കിടുക്കാച്ചി ക്വാളിറ്റി ഫോട്ടോസ് തരൂലേ. പിന്നെ ഇതിന്റെ AI ഫീച്ചേഴ്സ് നിങ്ങൾക്ക് വേണ്ടാത്തതൊക്കെ മാറ്റി കളയാനും എൻഹാൻസ് ചെയ്യാനും ഒക്കെ ഇതിന് പറ്റും. ഇനി ഇതിന്റെ മോൺസ് ഹാലോ ലൈറ്റ് നിങ്ങളുടെ ഫോണിന് ഒരു പ്രീമിയം ടച്ച് തന്നെ കൊടുക്കും. നിങ്ങൾ ഈ പ്രൈസ് റേഞ്ച് ഈ ഫോൺ എടുക്കുക എന്ന് പറയുന്ന ഒരു ബെസ്റ്റ് ഡീൽ തന്നെയായിരിക്കും. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഇച്ചിരി എമൗണ്ട് ഒക്കെ കുറവാണ് എങ്കിൽ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. നമ്മുടെ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലൊക്കെ വരുമ്പോൾ ഈ ഫോൺ എന്തായാലും വില കുറയും. അപ്പൊ നിങ്ങൾക്ക് കണ്ണും പൊട്ടി വാങ്ങാം. സോ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് പിന്നെയും വീഡിയോ ഇടാൻ പറ്റത്തുള്ളൂ, മീൻസ് മോട്ടിവേറ്റ് ആവത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക്സ്. Goodbye.